ഇപ്പോഴോ? ഇപ്പൊ ഡിസിപ്ലിൻ വർദ്ധിച്ചത് കണ്ടില്ലേ? സാർ എല്ലാരും എത്തി. കൊയാമോ, ഇത് നോട്ടീസ് ബോർഡ് ഇട്ടാ മതി. ഇത് ഫയൽ ചെയ്യണം. എന്താ, ആർക്കും ക്ലാസ് ഇല്ലേ? എല്ലാവരും ക്ലാസ്സിൽ പോവാൻ. യു ഗോ ബിഗ് റാസ്കൽ. സാർ ഞാൻ ഒറ്റ സ്കൂൾ കോമ്പൗണ്ടിൽ കയറി പോരുത്. പറയാൻ വല്ലതുണ്ടെങ്കിൽ രക്ഷകർത്താക്കളൊന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തിരിച്ചെടുക്കൽ കൊണ്ട് തീരില്ല. അയാളെ സ്ഥലം മാറ്റണം. അയാൾ വന്നതിന് ശേഷമാണ് ഈ മുഴുവൻ കുഴപ്പം. അയാളുടെ പേരിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കണം. ആയിരക്കണക്കിന് 10,000 ഒപ്പിച്ചേരാം. എന്നിട്ട് നമുക്ക് MLA യും കൂട്ടി ഉന്നതതലങ്ങളിൽ നിവേദനം നടത്താം. നമുക്ക് സ്കൂൾ പഠിക്കൽ ഒരു യോഗം ചേർന്നാലോ? ഒരു 4-5 തീപ്പൊരി പ്രസംഗം, ഒരു ഉഗ്രം പൊടിപൊടിപ്പൻ ജാഥ. അതിനിപ്പം ആളെ കിട്ടണ മേസ്ത്രി. നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ അടിയന്തര കർത്തവ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. പ്രായോഗികമായിരിക്കണം നമ്മുടെ സമീപനം. ബഹുജന പ്രക്ഷോഭത്തിന് മുമ്പ് രക്ഷിതാക്കൾ ഹാജരാക്കി കൂടെ? അതിനിപ്പം ബാപ്പ എന്നെ അർത്താളി. ബാപ്പ നിന്നെ അറക്കുകയൊന്നുമില്ല. രക്ഷിതാക്കളാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഹാജരാക്കി പേരിന് മാപ്പ് പറയട്ടെ. ഹെഡ് മാസ്റ്ററുടെ ചൂട് താനെ ഇറങ്ങിക്കോളും. അല്ലേ നേതാവേ? അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ ബലം പ്രയോഗിക്കാമോ? പാടില്ല. അതിനാര് മറുപടി പറയും? ഇതൊരൊറ്റപ്പെട്ട പ്രശ്നമാണ്. കഴിയുന്നത്ര സമാധാനപരമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അക്രമം എവിടെ നിന്നായാലും ചെറുക്കുക. കാണാം. പഴം പൊരിച്ചത് 3:45, 2 വട, 2 ഫുൾ ചായ. ഈ പറഞ്ഞ ഉപദേശം തരേ ഈ പഹം വേണം. ഗോപിനാഥന്റെ ആരാ? ഞാൻ അവിടുത്തെ അമ്മാവനോ ആരാ? ഞാനോ ഒരു ലക്ഷിതാവ്. ഗോപിനാഥന്റെ ലക്ഷിതാവ്. ഗോപിയുടെ ലക്ഷിതാവ് എന്ത് നിലയ്ക്കാണ്? നിങ്ങൾ അവിടുത്തെ ആരാണ്? സത്യം പറയണം. ഞാൻ അടുക്കളപ്പണിയാണ്. കുട്ടി വന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും വിചാരിക്കരുത് അവിടുന്ന്. ലക്ഷിതാവ് നടക്കണം. കാരണം പോയിക്കോളൂ. അരിവെപ്പുകാരന്റെ അഭിനയം കഴിഞ്ഞു. ഇനി ആരാ വേറെ ലക്ഷിതാവ്? ഞമ്മളാ. ഓന്റെ ബാപ്പ കാതറിന്റെ. ഓനെ പഠിപ്പിക്കൂലെന്ന് ആരാണ്ടാ പറഞ്ഞു? സ്കൂളിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമം. നമ്മള് മീൻ കൊണ്ട ചുമന്ന് കിട്ടുന്ന കായ ചെക്കൻ പുസ്തകത്തിന് ഫീസിനെന്നും പറഞ്ഞ് മീൻ കൊണ്ടുപോണ്. 4 അക്ഷരം പഠിച്ച് നന്നാവാൻ പാടില്ലാന്ന് ഇവിടെ ആരാണ്ടാ പറഞ്ഞു? ആരാ ഇവിടെ നിയമം ഉണ്ടാക്കി? അതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട് പണം ചെലവ് തയക്കുമ്പോ മോൻ പഠിക്കുന്നുണ്ടെന്ന് കൂടെ അന്വേഷിക്കണ്ടേ? നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആർക്കോടാ പറഞ്ഞോളിയേ? കഴിയുന്ന മാതിരിയൊക്കെ ശ്രമിക്കുന്നുണ്ട് മാതാപ്പിളെ. പിന്നെ ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക് പടക്കം പൊട്ടിച്ചെറിയുക, മാഷന്മാരെ നേരെ കത്തിയെടുക്കുക, പൊള്ളിയതും ചവിട്ടുകൊണ്ട് പരിക്ക് പറ്റിയതും നിങ്ങളുടെ വീട്ടിലെ 2 കുട്ടികൾക്കായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? ആരാ മാഷ അങ്ങനെ ചെയ്തത്? മകനോട് ചോദിക്കും. ആര്? നമ്മളെ മോൻ കാതറോ? കാതറും. എന്താണ് മാറേ? കള്ളക്കേസ് ഉണ്ടാക്കിയാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബാപ്പ. ഒക്കെ മാഷ്ട കുത്തിത്തിരിപ്പാണ്. നമുക്കൊരു ചായ കുടിക്കാം.
ഒരു ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. ഒലക്കമേലെ ക്യാപ്റ്റൻ. അച്ഛനിങ്ങോട്ട് വരട്ടെ. കുപ്പായത്തിന് കാശ്, ഫീസിന് കാശ്, വല്ലതും പഠിച്ച് അവനവന്റെ ചോറിനായാൽ ആവട്ടെ വെച്ചിട്ടാ ഞാൻ ചെലവാക്കണേ. തെമ്മാടിത്തം കൂടി ഇങ്ങനെ ഇരിക്കും. ആ പൊയ്ക്കോ. ഇനിയല്ല കന്നിനെ നോക്കാനോ പാടത്ത് പണിക്കോ പൊയ്ക്കോ. അതാ നിനക്ക് നല്ലത്. അച്ഛനിങ്ങോട്ട് വരട്ടെ. എന്താ ഉണ്ടായേ? ശേഖരനെ നിന്നെ പുറത്താക്കിയത് ഞാൻ ചെന്ന് പറയണോ? എന്റെ പിന്നീന്ന് പോയ നേരമില്ല കുട്ടിക്കാലത്ത്. നിന്റെ അമ്മയും ശേഖരനും. മാധവിക്കുട്ടിയുടെ മോനാ നീയെന്ന് അറിയോ ശേഖരനെ? അറിഞ്ഞിട്ടെന്താ വിശേഷം? കയ്യല്ലേ പോയിട്ടുള്ളൂ. നീ കാല് പിടിച്ചിടും. വിടില്ല അയാളെ. ഞങ്ങളയാളെ വെറുതെ വിടാൻ പോണില്ല. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനറിയോ? ഉണ്ണിയേട്ടൻ്റെ അമ്മയെ കല്യാണം കഴിക്കണമെന്ന് വെച്ചിട്ട് നാളെ ശേഖരൻ മാഷ്. പോടാ. അയാൾ കല്യാണം കഴിച്ചു വെച്ചാൽ ശേഖരൻ മാഷായിരിക്കും ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ. കള്ളുടിയനേക്കാൾ ഭേദ ഒറ്റക്കൻ അല്ലേ ഉണ്ണിയേട്ടാ? എന്തേ കാട്ടില്ലേ? വിട്ടാൻ പോയിക്കോളൂ. അങ്ങോട്ട് പോയിക്കോളൂ. തെമ്മാടി കണ്ണാടി നിന്നെ കാണിച്ചു തരാടോ. തെമ്മാടി ആ വേലായുധാ, അമ്മിണി കാമുക നിന്റെ പരാക്രമം വിദ്യാർത്ഥികളുടെ നെഞ്ചത്തോ എഴുതിക്കോ. ഫാദർ വരില്ലേ? കരിങ്കാലികൾ ആരും വേണ്ട. അവൻ മാപ്പ് പറഞ്ഞു കയറും. നിരാഹാരം കിടക്കാൻ മാത്രം ഞാനില്ല. കൊടി പിടിക്കാം, വിദ്യാർത്ഥികൾ വരുന്നത് തടയാം. പോരെ? എന്താ നീയും കരിങ്കാലിയെ വേണം? മാപ്പ് പറഞ്ഞു കയറിയ ഒരുത്തനെ ഞാൻ വിടില്ല. കാതറിനെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ മാഷൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ടീച്ചർ വരുന്നു. Down, down, Shekaran Master. Down, down, Shekaran Master. Down, down, Shekaran Master. ചന്തപ്പടി വരെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു. കുറച്ചൊക്കെ ഫാക്ട് ഇല്ലാതെ ആരെങ്കിലും പറയോ? കുട്ടികളുടെ ഇടയിൽ റൂമർ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ നാളായി. റൂമറല്ലേ, അത് തേടി പിടിക്കാൻ ഡ്രിൽ മാസ്റ്റർ കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. അല്ലേ, അല്ലെങ്കിൽ തന്നെ എന്താ രണ്ടാളും കല്യാണം കഴിക്കാത്തവര്. ഇച്ചിരി പ്രേമിച്ചോട്ടെ, ആർക്കത്ര ഛേദം? 31 കൊല്ലമായി ഈ സർവീസില്. ഇതുവരെ സ്ത്രീ വിഷയത്തിൽ ഒരു സമരസന്നാഹം എത്രയ്ക്കായി മിസ്റ്റർ രാമോഹൻ? എനിക്കെങ്ങനെ അറിയും? സമരസമിതിയുടെ അനൌദ്യോഗിക ഉപദേഷ്ടാവായി ശ്രീ രാംമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, പത്രഭാഷയിൽ പറഞ്ഞാൽ അമ്മണി ടീച്ചറില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ട് പോയി. എത്ര ദിവസത്തേക്കാ? മാഷക്കറിയില്ലേ? മാഷേ, പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. പുറത്ത് അപവാദം കേട്ട് തല നിവർത്തി നടക്കാൻ വയ്യാണ്ടായി. ടീച്ചറെ പറ്റി ഇനി ആരെങ്കിലും അപവാദം പറയൂ? ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് ശൃംഗാരവും. ടീച്ചർ സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ. രസരാജനാണ് ശൃംഗാരം. പുച്ഛിച്ചു പറയരുത്. വളരെ സീനിയറായ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കും കുറച്ച് ബഹുമാനമുണ്ട്. അത് കളയരുത്.
വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പുറത്താക്കിയവരെ പുറത്താക്കിയവരെ പുറത്താക്കിയവരെ. എന്റെ മക്കളെ വെറുതെ ചങ്കിലെ വെള്ളം വറ്റിക്കണോ? ചെല്ലി പോയി വിളി തുടങ്ങി. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പുറത്താക്കിയവരെ 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 പുറത്താക്കിയവരെ. എടാ, കരിങ്കാലിപ്പണിക്ക് നിൽക്കുന്നവരെ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം. പഠിക്കാൻ വരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ട്. സമരം പൊളിപ്പിക്കാൻ ശേഖരൻ മാസ്റ്റർ വിട്ട പാർട്ടിയാണിത്. വിടരുത്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. പഠിക്കാൻ വരുന്നവരെ തടയുന്നു. നോക്ക് നേതാവേ, താൻ കൊലവിളി വിളിച്ചു, ചുവരെടുത്ത് നടത്തിക്കൂ. പക്ഷേ പഠിക്കാൻ വരുന്നവരെ തടയരുത്. ടായം നടന്നോളൂ. ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ നിങ്ങൾ ബലം പ്രയോഗിക്കരുത്. ഹെഡ് മാസ്റ്റർ വിവരം അറിയിച്ചാൽ മതി. വയ്ക്കൂ.